നമസ്കാരം. ദേവനാഗരി ഹിന്ദി കോളേജിൻ്റെ ഹിന്ദി ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠമായ ടൂട്ടാ പഹിയ എന്ന കവിതയാണ്. ടൂട്ടാ പഹിയ എന്ന ഈ കവിത ഹിന്ദിയിലെ പ്രശസ്ത കവി ശ്രീ ധർമ്മവീർ ഭാരതിജിയുടെ सात गीत वर्ष എന്ന കവിതാ സംഗ്രഹത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. टूटा पहिया लघु और उपेक्षित मानव का प्रतीक है जिसे बेकार समझकर फेंक दिया गया है. कवि उसकी संभावनाओं को पहचानता है और उसकी क्षमताओं का मूल्यांकन करता है. यह एक प्रतीकात्मक रचना है. इस प्रतीक को कवि ने महाभारत के कथानक से लिया है. अभिमन्यु ने चक्रव्यूह में अकेले ही प्रवेश किया. कौरव सेना के महारथियों ने उसे घेर कर उसके सब शस्त्रास्त्र नष्ट कर डाले. उसने रथ के टूटे पहियों को अस्त्र बनाकर शत्रुओं का सामना किया. कवि ने इसी घटना के आधार पर यह प्रतीक ग्रहण किया है. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 13ാമത്തെ ദിവസം കൗരവസേനയിലെ മഹാരഥികൾ നിർമ്മിച്ച ചക്രവ്യൂഹത്തിൽ അഭിമന്യു കുടുങ്ങിപ്പോകുന്നു. ശത്രുക്കൾ അഭിമന്യുവിനെ നിരായുധനാക്കുന്നു. ആ സമയം അഭിമന്യു തേരിൻ്റെ പൊട്ടിയ ചക്രത്തെ ആയുധമാക്കി മഹാരഥികളായ സൈനികരോട് എതിരിടുകയുണ്ടായി. ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള വിദ്യ അഭിമന്യുവിന് അറിയില്ലായിരുന്നു. അവസാനം ശത്രുപക്ഷത്തിൻ്റെ അനീതിക്കിരയായി അഭിമന്യു കൊല്ലപ്പെടുന്നു. സാധാരണക്കാരനെ ചൂഷണം ചെയ്യുന്നവരുടെ സമൂഹമാണ് നമുക്ക് ചുറ്റും. ഇന്ന് നമുക്കിടയിൽ മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ല. അത് പൊട്ടിയ ചക്രകഷ്ണം പോലെയാണ്. ഇത്തരം ചുറ്റുപാടിൽ അനീതിയും ചൂഷണവുമാകുന്ന ചക്രവ്യൂഹത്തിൽ പെട്ടുപോകുന്ന സാധാരണക്കാരൻ്റെ രക്ഷയ്ക്ക് രഥത്തിൻ്റെ പൊട്ടിയ കഷ്ണം സഹായകമാകുമെന്ന് കവി പ്രതീക്ഷിക്കുന്നു. മനസ്സിലായോ? ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. അപ്പോൾ ടെക്സ്റ്റ് നോക്കുക. പേജ് നമ്പർ 20. टूटा पहिया कविता धर्मवीर भारती. मैं रथ का टूटा हुआ पहिया हूँ. मैं रथ का टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत. मैं रथ का टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए. നമുക്ക് ഈ സ്റ്റാൻസയിൽ വരുന്ന പ്രധാനപ്പെട്ട വാക്കുകളും അവയുടെ അർത്ഥവും നോക്കാം. ടൂട്ടാ പഹിയ ബ്രോക്കൺ വീൽ, പൊട്ടിയ ചക്രം. ഫാങ്ന ടു ത്രോ, എറിയുക. ദുരൂഹ് മനസ്സിലാക്കാൻ പ്രയാസമുള്ള. അക്ഷൗഹിണി സേന ചതുരംഗപ്പടയുടെ ഒരു വിഭാഗം. ചുനൗത്തി ദേന വെല്ലുവിളിക്കുക, ടു ചലഞ്ച്. ഖിർജാന വളയപ്പെടുക. ഇനി നമുക്കിതിൻ്റെ ആശയം നോക്കാം. മേ രഥ കാ ടൂട്ടാ ഹുവ പഹിയാഹും. ഞാനൊരു രഥത്തിൻ്റെ ഉടഞ്ഞ ചക്രമാണ്. ലേക്കിൻ പക്ഷേ മുജേ ഫേങ്കോ മത്. എന്നെ നിങ്ങൾ വലിച്ചെറിഞ്ഞു കളയരുത്. ഞാനൊരു രഥത്തിൻ്റെ ഉടഞ്ഞ ചക്രമാണെന്ന് കരുതി നിങ്ങൾ എന്നെ വലിച്ചെറിഞ്ഞു കളയരുത്. ക്യാ ജാനേ, ആർക്കറിയാം, കബ് എപ്പോഴെങ്കിലും, ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ, അക്ഷൗഹിണി സേനാവും കോ ചുനൗത്തി ദേത്താ ഹുവ, ആർക്കറിയാം എപ്പോഴെങ്കിലും ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ അക്ഷൗഹിണിപ്പേടകളെ വെല്ലുവിളിച്ചുകൊണ്ട്, ചുനൗത്തി ദേന വെല്ലുവിളിക്കുക, അക്ഷൗഹിണി സേനകളെ വെല്ലുവിളിച്ചുകൊണ്ട് കൊയ് ദുസ്സാഹസി അഭിമന്യു ആക്കർ ഗിർജായെ, ഏതെങ്കിലും സാഹസികനായ അഭിമന്യു വന്ന് വളയപ്പെട്ടാലോ അപ്പോൾ ചിലപ്പോൾ എന്നെക്കൊണ്ട് ഉപകാരമുണ്ടായേക്കാമെന്നാണ് കവി പറയുന്നത്. മനസ്സിലായോ? ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ കഷ്ണമാണെന്ന് കരുതി
എന്നെ വലിച്ചെറിഞ്ഞ് കളയരുത്. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടായേക്കാം. നമുക്കറിയാം, ഈ ലോകത്ത് ചതിയും വഞ്ചനയുമാണ് നടക്കുന്നത്. മൂല്യങ്ങളുടെ നിരാസമാണ് നടക്കുന്നത്. മൂല്യച്യുതിയാണ് എങ്ങും കാണാൻ കഴിയുന്നത്. അഭിമന്യുവിനെ പോലെ സാഹസികനായ ഏതെങ്കിലും ഒരാൾ ലക്ഷക്കണക്കിന് പോരാളികളുള്ള സേനയെ വെല്ലുവിളിക്കുകയും എതിരാളികളുടെ വലയം ഭേദിക്കാൻ കഴിയാതെ അകപ്പെട്ടു പോവുകയും ചെയ്താൽ ആ സമയത്ത് ഉടഞ്ഞ രഥചക്രമായ എന്നെക്കൊണ്ട് അവർക്ക് ഉപകാരമുണ്ടായേക്കാം. ഇവിടെ കവി മഹാഭാരതത്തിലെ അഭിമന്യുവിൻ്റെ കഥയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ യുഗത്തിലെ ക്രൂരതയെ ചിത്രീകരിച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത സ്റ്റാൻസിലേക്ക് പോകാം. അപ്പനെ പക്ഷ കോ असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवास को अपने ब्रह्मास्त्र से कुचल देना चाहे. ഒരിക്കൽ കൂടി നോക്കുക വരികൾ. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवास को अपने ब्रह्मास्त्रों से कुचल देना चाहे. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. ഈ രണ്ടാമത്തെ സ്റ്റാൻസയിൽ വരുന്ന പ്രധാനപ്പെട്ട വാക്കുകളും അവയുടെ അർത്ഥവും നോക്കുക. നിഹത്തി, നിരായുധൻ. നിഹത്തി ആവാസ്, നിരായുധൻ്റെ നിസ്സഹായമായ ശബ്ദം. കുചൽന, ചവിട്ടുമതിക്കുക. ടു ട്രാമ്പിൾ. ലോഹാലേന, ടു കോൺഫറൻസ്, ധീരമായി നേരിടുക. ഇനി നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് പോകാം. ഇവിടെ എന്താണ് കവി പറയുന്നത് നോക്കുക. അപ്പനെ പക്ഷ കോ അസത്യ ജാനത്തെ ഹുയേ ഭി. തങ്ങൾ നിൽക്കുന്നത് അസത്യത്തിൻ്റെ കൂടെയാണ്, അനീതിയുടെ കൂടെയാണെന്നറിഞ്ഞിട്ടുകൂടി ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹത് വ്യക്തികൾ, അകേലി നിഹത്തി ആവാസ് കോ, ഒറ്റപ്പെട്ടവൻ്റെ നിസ്സഹായമായ ശബ്ദത്തെ, അപ്പനെ ബ്രഹ്മാസ്രോംസെ, തങ്ങളുടെ കയ്യിലുള്ള മാരകമായ ആയുധങ്ങൾ കൊണ്ട്, കുചൽ ദേനാ ചാഹേ, ചവിട്ടിമതിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുമ്പോൾ, തബ് മേ, അപ്പോൾ ഞാൻ, അപ്പോൾ രഥചക്രമായ, രഥത്തിൻ്റെ ഉടഞ്ഞ ചക്രമായ ഞാൻ, ഉസ്കെ ഹാത്തോമ്മേ, അവൻ്റെ കയ്യിൽ, ആ നിസ്സഹായനായ അഭിമന്യുവിൻ്റെ കയ്യിൽ, ബ്രഹ്മാസ്രോംസെ ലോഹാലെ സക്താഹും, എതിരാളികളുടെ ബ്രഹ്മാസ്ത്രങ്ങളെ നേരിടാൻ അവനെ സഹായിക്കാൻ എനിക്ക് കഴിയും, ഉടഞ്ഞ ചക്രമാണെങ്കിലും. മനസ്സിലായല്ലോ? മഹാരഥന്മാർക്ക് തങ്ങൾ ഏത് പക്ഷത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നുവോ അവർ അന്യായികളാണെന്നറിയാം. അന്യായികളായ ഈ ഭരണവർഗം അവരുടെ ബലവും അധികാരവുമാകുന്ന ബ്രഹ്മാസ്ത്രം കൊണ്ട് നിരായുധരായ മനുഷ്യരെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം സന്ദർഭത്തിൽ എനിക്ക്, അല്ലെങ്കിൽ രഥത്തിൻ്റെ ഉടഞ്ഞ ചക്രത്തിന് മാനുഷിക മൂല്യത്തിൻ്റെ പ്രതീകമായി നിരായുധൻ്റെ കൈകളിലെത്തി ബ്രഹ്മാസ്ത്രത്തോട് എതിരിടാൻ കഴിയും. മനസ്സിലായോ? ഇവിടെ മഹാരഥി പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന ഉന്നതവർഗത്തെയും, അതേപോലെ ബ്രഹ്മാസ്ത്രം ഭരണാധികാരികളുടെ അധികാര ദുരുപയോഗത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ കവിതയുടെ അവസാനത്തെ സ്റ്റാൻസ് നോക്കുക. മേ रथ का टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे पहियों का आश्रय ले. मैं रथ का टूटा हुआ पहिया हूँ ലേക്കിൻ മുജേ ഫേങ്കോ മത്. ഞാനൊരു രഥത്തിൻ്റെ ഉടഞ്ഞ ചക്രമാണ് എന്ന് കരുതി നിങ്ങൾ എന്നെ വലിച്ചെറിഞ്ഞു കളയരുത്. ഇതിഹാസോം കി സാമൂഹിക് ഗതി, ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, സഹസാ ഛൂട്ടി പട് ജാനേ പർ,
പെട്ടെന്ന് തന്നെ അസത്യത്തിൻ്റെ വഴിയിലേക്ക് ചരിത്രം വഴിമാറി നീങ്ങുമ്പോൾ ക്യാ ജാനേ, ആർക്കറിയാം, സച്ചായി ടൂട്ടേ പഹിയോം കാ ആശ്രയിലേ, സത്യം ഈ ഉടഞ്ഞ രഥചക്രമായ എന്നെ ആശ്രയിച്ചാലോ, അതുകൊണ്ട് എന്നെ നിങ്ങൾ ഒരിക്കലും വലിച്ചെറിഞ്ഞ് കളയരുത് എന്നാണ് കവി പറയുന്നത്. ഈ കവിതയിൽ ടൂട്ടാ പഹിയ ലഘുമാനവ് അല്ലെങ്കിൽ സാധാരണക്കാരനായ മനുഷ്യൻ്റെ പ്രതീകമാണ്. ഇവിടെ കവി ലഘുമാനവ് അല്ലെങ്കിൽ സാധാരണക്കാരനായ മനുഷ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട, എവിടെയും അംഗീകാരം കിട്ടാത്ത സാധാരണക്കാരനായ മനുഷ്യനെയാണ്. ആ മനുഷ്യൻ്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കവി പുരാണ കഥയിലെ അല്ലെങ്കിൽ മഹാഭാരത കഥയിലെ അഭിമന്യുവിൻ്റെ കഥാസന്ദർഭത്തെ ആശ്രയിക്കുകയാണ്. അഭിമന്യു സാധാരണക്കാരനായ മനുഷ്യനെ പ്രതിനിധാനം ചെയ്യുന്നു. നമുക്കറിയാം, സാധാരണക്കാരനെ ചൂഷണം ചെയ്യുന്നവരുടെ സമൂഹമാണ് നമുക്ക് ചുറ്റും. ഇന്ന് നമുക്കിടയിൽ മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലാതായിരിക്കുന്നു. അത് ഉടഞ്ഞ ചക്രകഷ്ണം പോലെയാണ്. ഇത്തരം ചുറ്റുപാടിൽ അനീതിയും ചൂഷണവുമാകുന്ന ചക്രവ്യൂഹത്തിൽ പെട്ടുപോകുന്ന സാധാരണക്കാരൻ്റെ രക്ഷയ്ക്ക് പൊട്ടിയ ചക്രകഷ്ണം സഹായകമാവുമെന്ന് കവി പ്രത്യാശിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കവിത നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.